എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ SCERT സിലബസിൽ 4ാം ക്ലാസ്സിലെ കൈപ്പുസ്തകത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് വായിക്കുന്ന ആൾക്കാർക്ക്, ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർക്ക്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അറിയുന്ന ആൾക്കാർക്ക് അങ്ങേയറ്റത്തെ രോഷവും അമർഷവുമാണ് ഉണ്ടാവുക. കാരണം സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് വെൽ ഡോക്യുമെൻ്റഡ് ആണ്. അങ്ങനെയിരിക്കെ നമ്മുടെ നാട്ടിലെ കുറേ അധ്യാപകർ ചേർന്ന് ഒരു സിലബസ് കമ്മിറ്റിയിൽ വരികയും എന്നിട്ട് അവരുടെ ശുപാർശ പ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം എഴുതി ചേർക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചരിത്ര വിരുദ്ധമെന്ന് മാത്രമല്ല, അങ്ങേയറ്റം അന്യായവും അപലപനീയവും നിന്ദ്യവുമായി മാറുമ്പോൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാൻ ദേശാഭിമാനികളായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരവോടുകൂടി കാണുന്ന ഭാരതീയർക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ വലിയൊരു തെറ്റാണ് CPM ഭരിക്കുന്ന ശ്രീ V. ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന SCERTയുടെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ തെറ്റ് അങ്ങേയറ്റം അപലപനീയമാണ്. അത് വാർത്തയാകുന്ന സമയത്ത് അത് പിൻവലിക്കുകയാണ്. അതല്ലാതെ ആഭ്യന്തരമായിട്ടുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നീക്കം ചെയ്യുകയല്ല. മറിച്ച് ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം, മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം വലിയ വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് സർക്കാർ പതുക്കെ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഇത്ര നിന്ദ്യമായിട്ടുള്ള പ്രസ്താവന എന്തായിരുന്നു? ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുന്ന സാഹചര്യം എന്താണ്? മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് CPMന് നേതാജിയോടുള്ള കാഴ്ചപ്പാടുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചേർന്നു പോകുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ നിന്ദ നേതാജി സുഭാഷ് ചന്ദ്രബോസിനോട് ഇടതുപക്ഷം ചെയ്തിട്ടുണ്ടോ? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, SCERT തയ്യാറാക്കുന്ന 4ാം ക്ലാസ്സിലെ കൈപ്പുസ്തകത്തിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള നിന്ദ്യമായിട്ടുള്ള ഈ പരാമർശം വന്നിരിക്കുന്നത്. അതിങ്ങനെയാണ്: ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്ത അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈന്യ സംഘടന രൂപീകരിച്ച് ബ്രിട്ടനെതിരെ പോരാടി. ഒന്നാലോചിച്ച് നോക്കുക, ബ്രിട്ടനെ ഭയന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടു പോയത് എന്നാണ് ഈ പുസ്തകത്തിൽ അച്ചടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കുട്ടികൾ പഠിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് ഒരിക്കലും ബ്രിട്ടനെ ഭയന്നിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് ബ്രിട്ടനെതിരെ പോരാട്ടം നടത്തുന്നതിന് വേണ്ടി, സായുധ പോരാട്ടം നടത്തുന്നതിന് വേണ്ടി വിദേശ ശക്തികളുടെ കൂടി പിന്തുണ തേടേണ്ടതുണ്ട് എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജപ്പാനിലും ജർമ്മനിയിലും മറ്റും അദ്ദേഹം പോകുന്നതും അവിടെയുള്ള ലോക നേതാക്കന്മാരുമായിട്ട് സന്ധി ഉണ്ടാക്കുന്നതും ഇന്ത്യക്ക് വേണ്ടി ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നതും പിന്നീട് എക്സൈലിലുള്ള ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥാപിക്കുന്നതും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതുമെല്ലാം. ഇതിൽ തന്നെ ചില അബദ്ധങ്ങളുണ്ട്. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈന്യ സംഘടന രൂപീകരിച്ചു എന്നാണ് പറയുന്നത്. ചരിത്രം അങ്ങനെയല്ല. മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. പിന്നീട് അതിൻ്റെ കമാൻഡ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ല INA രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചരിത്ര വസ്തുത. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിന്ദ്യമായിട്ടുള്ള കാര്യം നേതാജി ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്നു എന്നുള്ളതാണ്. ധീരനായിട്ടുള്ള ഒരു ദേശാഭിമാനി, ബ്രിട്ടൻ തന്നെ കൊല്ലാൻ ഒരു ആയുധം ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ബ്രിട്ടനെ വെല്ലുവിളിച്ചിരുന്ന ഒരു നേതാവിനെക്കുറിച്ചാണ്, ഇന്ത്യയുടെ ഏറ്റവും പ്രസക്തനായിട്ടുള്ള ഒന്നാം നിരയിലുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് ഇങ്ങനെ നിന്ദ്യമായി അദ്ദേഹം ഒരു ഭീരുവായിരുന്നു എന്ന രീതിയിൽ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് CPM ഭരിക്കുന്ന സമയത്ത് ഒരു പുസ്തകം അടിച്ചിറക്കിയിരിക്കുന്നത്. ഈ പുസ്തകം അടിച്ചിറക്കിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടാകുന്ന സമയത്ത് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി ഇപ്പോൾ ആ വിവാദങ്ങളെയെല്ലാം അക്നോളജ് ചെയ്യുകയാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു തെറ്റ് എന്നൊക്കെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ശരിയാണ്, ചരിത്രപരമായിട്ടുള്ള വിഡ്ഢിത്തം, വങ്കത്തരം എന്ന് വേണം അതിനെ പറയാൻ. അല്ലാതെ ഇത് കേവലം ഒരു തെറ്റല്ല, ഒരു ഓവർസൈറ്റ് എന്ന് പറയാൻ കഴിയില്ല ഇതിന്. കാരണം നിരവധി അധ്യാപകർ ചേർന്ന് കൂടിയാലോചിച്ചാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ നടപടിയുടെ ഭാഗമായി, ഈ തിരുത്തലിൻ്റെ ഭാഗമായി 5 അധ്യാപകരെയാണ് സിലബസിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് ഡീബാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ മാത്രമല്ല, മറിച്ച് ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് 5 പേരുടെ എങ്കിലും അവിടെ കൂട്ടായിട്ടുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഈ 5 മഹാന്മാർ ചേർന്നിരുന്ന് തീരുമാനിച്ച് സുഭാഷ് ചന്ദ്രബോസിന് ബ്രിട്ടനെ ഭയമായിരുന്നു എന്ന് കണ്ടെത്തി അത് സംസ്ഥാന സർക്കാരിൻ്റെ മഷി ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കടലാസിൽ അച്ചടിച്ച് നമ്മുടെ ഭാവി തലമുറയെ പഠിച്ച് പിഴപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഇതിന് പിന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആർക്കും അറിയാത്ത, ഡോക്യുമെൻറ്റഡ് അല്ലാത്ത ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രമല്ല സുഭാഷ് ചന്ദ്രബോസിനുള്ളത്. വളരെ വെൽ നോൺ ആയിട്ടുള്ള, ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ചരിത്രകാരന്മാരും വിദേശ ചരിത്രകാരന്മാരും ആവോളം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം വിട്ടു പോയത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനോ അധ്യാപകനോ
നമ്മളോട് വന്ന് പറഞ്ഞു തരേണ്ടുന്ന കാര്യമില്ല. ഇത് നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര വീരനായകന്മാരെ അവഹേളിക്കുന്നതിന്, നിന്ദിക്കുന്നതിന് സമമാണ്. അതുകൊണ്ട് ഇതിനെ തിരുത്താൻ വേണ്ടി മന്ത്രി ശ്രീ വി ശിവൻകുട്ടി തയ്യാറാകുന്നു എന്നത് നല്ല കാര്യമാണ് എന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ DNA-യിൽ സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ചുള്ള വിരോധം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ശ്രീ വി ശിവൻകുട്ടി ഇത് അറിയാതെ വന്നിരിക്കുന്ന ഒരു തെറ്റാണ് എന്ന രീതിയിലൊക്കെ തന്നെ പറഞ്ഞതിനെ ന്യായീകരിച്ചാൽ എന്താണ് നിങ്ങൾക്ക് കൺവെൻഷനലായിട്ട് ഇടതുപക്ഷക്കാർക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് ഉണ്ടായിരുന്ന നിലപാട് എന്നുള്ള ഒരു ചോദ്യം അങ്ങേയറ്റം പ്രസക്തമാവുകയാണ്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് ജപ്പാനിലും ജർമ്മനിയിലുമായിരുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനെ അങ്ങേയറ്റം ഇകഴ്ത്തുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിനെ നിന്ദിക്കുന്നതിന് വേണ്ടിയും തുടർച്ചയായി ലേഖനങ്ങളും കാർട്ടൂണുകളും പ്രസിദ്ധീകരിച്ചത് പീപ്പിൾസ് വാർ എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപ്രസിദ്ധീകരണത്തിലാണ്. അതായത് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസിദ്ധീകരണത്തിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള അവഹേളനപരമായിട്ടുള്ള കുറേയധികം ലേഖനങ്ങളും കുറേയധികം അഭിപ്രായങ്ങളും കുറേയധികം കാർട്ടൂണുകളും പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചരിത്രം. അതിൻ്റെ ചില തെളിവുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒപ്പം പങ്കുവയ്ക്കാം. ഈ ഒരു ചിത്രം നോക്കുക. ഇതിൽ നമ്മൾ കാണുന്നത് ഒരാൾ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. ആ കഴുതപ്പുറത്ത് ഇരിക്കുന്ന ആൾ ജപ്പാൻ്റെ പ്രീമിയറായിട്ടുള്ള ഹിദക്കി ടോജോയാണ്. ടോജോയാണ് 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ്റെ പ്രീമിയറായിരുന്നത്. ജപ്പാനിൽ ടോജോയുടെ സഖ്യമാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് പോയി അപേക്ഷിച്ചത്. അങ്ങനെ അത് കിട്ടുകയുണ്ടായി. അങ്ങനെ ഒരു സന്ധി ചെയ്യുന്നു. ആ സന്ധിയാണ് ഇവിടെ ഇംഫാൽ കൊഹിമ യുദ്ധങ്ങളിലൊക്കെ തന്നെ ഓപ്പറേഷൻ യൂഗോ ഒഫൻസീവിൽ ബ്രിട്ടനെ നേരിടുന്നത്. ഇനി ഈ കഴുതയുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. ആ മുഖത്ത് ഒരു കഴുതയല്ല നിങ്ങൾ കാണുന്നത്, പകരം നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയാണ്. അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന കഴുതയുടെ പുറത്ത് ജപ്പാൻ്റെ പ്രീമിയറായിട്ടുള്ള ഹിദക്കി ടോജോ യാത്ര ചെയ്യുന്നു എന്ന രീതിയിൽ അങ്ങേയറ്റം അവഹേളനപരമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു കാർട്ടൂൺ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ ഔദ്യോഗിക മുഖപ്രസിദ്ധീകരണമായ പീപ്പിൾസ് വാറിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തന്നെയാണ്, 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ നിന്ദ്യമായിട്ടുള്ള കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം. ഇനി ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കുക. ഒരാൾ ഒരു മുഖംമൂടി മാറ്റുകയാണ്. ആ മുഖംമൂടി നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. അതിന് പിന്നിലുള്ള ശരിയായ മുഖം ഹിദക്കി ടോജോയുടേതാണ്. അതായത് ടോജോ എന്ന് പറയുന്ന ഭീകരൻ നേതാജിയെ കേവലം ഒരു മുഖംമൂടിയായി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നേതാജി എന്നത് പുറമേയുള്ള ഒരു ആവരണം മാത്രമാണ് എന്നും നേതാജിയെ ഉള്ളിൽ നിന്ന് നയിക്കുന്നത് ടോജോയാണ് എന്നുമാണ് ഇതിൻ്റെ വ്യംഗ്യം. അപ്പോൾ വീണ്ടും ഇവിടെ നേതാജി സ്വന്തം നിലയ്ക്ക് യാതൊരു വിധത്തിലുള്ള കഴിവുമില്ലാത്തവനാണ് എന്നും ജപ്പാൻ്റെ വെറും ചട്ടുകമാണ് എന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ദുഷിച്ച കാർട്ടൂണുകൾ, മലീമസമായിട്ടുള്ള കാർട്ടൂണുകൾ പ്രചരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരുടെ മുഖപ്രസിദ്ധീകരണമായ പീപ്പിൾസ് വാറിലൂടെ. ഇനി ഈ 3ാമത്തെ ചിത്രം നോക്കുക. ഇതിൽ നമ്മൾ കാണുന്നത് കുറേയധികം സൈനികർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ സൈനികരുടെ ഗാർഡ് ഓഫ് ഓണർ അവിടെ സ്വീകരിക്കുകയാണ് വീണ്ടും ജപ്പാൻ്റെ പ്രീമിയറായിട്ടുള്ള ടോജോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൈക്കുട്ടിയായിട്ട് ഒരു ചെറിയ ശിശു രൂപത്തിൽ നടക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അതായത് സുഭാഷ് ചന്ദ്രബോസിനെ വെറും ഒരു കൈക്കുട്ടിയായി കരുതിക്കൊണ്ട് അദ്ദേഹത്തെ നയിച്ച് കൈപിടിച്ചു കൊണ്ട് നടക്കുന്നത് ടോജോയാണ് എന്നും ടോജോയുടെ ഇംഗിതത്തിനനുസരിച്ചാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാനായിട്ട് ശ്രമിച്ചത്. ഇനി ഈ 4ാമത്തെ കാർട്ടൂൺ നോക്കുക. ഈ കാർട്ടൂണിൽ കാണുന്നത് പാവപ്പെട്ട കുറേയധികം ആൾക്കാർ, അവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ നിൽക്കുന്നു. അവരുടെ മുകളിലേക്ക് ഒരു ബോംബ് വന്ന് വീഴുകയാണ്. ആ ബോംബിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളുടെ മേൽ വീണ ബോംബാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഔദ്യോഗിക മുഖപ്രസിദ്ധീകരണത്തിൽ കൂടി പ്രസിദ്ധീകരിച്ച കാർട്ടൂണാണ്. ഇനി ഈ 5ാമത്തെ കാർട്ടൂൺ കാണുക. ഇതിൽ നമ്മൾ കാണുന്നത് ഒരാൾ ഒരു പൂച്ചയെ എടുത്തുയർത്തുകയാണ്. ആ ഉയർത്തുന്നയാളിൻ്റെ പേര് യോസഫ് ഗിബൽസ് എന്നാണ്. അദ്ദേഹം നാസി ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ പ്രൊപ്പഗൻഡ മിനിസ്റ്റർ ആയിരുന്നയാളാണ്. അദ്ദേഹം എടുത്തുയർത്തുന്ന പൂച്ചയുടെ മുഖം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. അതായത് യോസഫ് ഗിബൽസിൻ്റെ കയ്യിലെ പൂച്ചയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നും പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ടാണ് ജർമ്മനി സുഭാഷ് ചന്ദ്രബോസിനെ ഉപയോഗിക്കുന്നത് എന്നുമാണ് ഇതിലൂടെ പീപ്പിൾസ് വാർ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഓർക്കുക, ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഔദ്യോഗിക മുഖപ്രസിദ്ധീകരണമായിരുന്ന പീപ്പിൾസ് വാറിൽ 2ാം ലോക മഹായുദ്ധ സമയത്ത്
നമ്മുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസിദ്ധീകരിച്ച നേതാജിക്കും INAയ്ക്കും എതിരായിട്ടുള്ള കാർട്ടൂണുകളാണ്. ഈ കാർട്ടൂണുകൾ വഴി അവരൊരിക്കലും ദേശസ്നേഹിയായിരുന്ന ഒരു നേതാജി അല്ല ചിത്രീകരിച്ചത്, മറിച്ച് രാജ്യവിരുദ്ധനായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, വിദേശ രാജ്യങ്ങളുടെ കയ്യിലെ ചട്ടുകമായിരുന്ന ഒരു പാവയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയാനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചത്. അതിൻ്റെ പേരിൽ ഒരു ഫോർമലായിട്ടുള്ള അപ്പോളജി ഇന്നേ വരെ ആ പാർട്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചരിത്രം. അപ്പോൾ ഇനി പറയൂ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടനെ ഭയന്നാണ് വിദേശത്തേക്ക് പോയത് എന്ന് ഇന്നത്തെ കാലത്തും ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് അധ്യാപകർ, കമ്മ്യൂണിസ്റ്റ് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെ പാഠപുസ്തകങ്ങളിൽ അടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ DNA എവിടെ നിന്നാണ് വരുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ നിന്ദ, സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ഈ വിരോധം, അദ്ദേഹം ബ്രിട്ടനെതിരെ പോരാടുകയാണ് എങ്കിലും അതൊന്നും തന്നെ കാണാതെ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനുള്ള, അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ വില കുറച്ച് കാണുന്നതിനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാഷ്ട്രീയ DNA എന്ന് പറയുന്നത് ഇന്നും നഷ്ടമായിട്ടില്ല എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി മറ്റൊരു വിവരം കൂടി പറയാം. ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത്, അഥവാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്ന സമയത്ത്, ബ്രിട്ടൻ്റെ പ്രതിനിധിയായിട്ടുള്ള സർ റെജിനാൾഡ് മാക്സ്വെല്ലുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന സഖാവ് PC ജോഷി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് തന്നെ കുറേയധികം വാർത്തകൾ വന്നിരുന്നു. ഈ റെജിനാൾഡ് മാക്സ്വെൽ ബ്രിട്ടീഷ് ഹോം മെമ്പർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് അന്ന് വാർത്തകൾ വന്നിരുന്നത്. അന്ന് പറയപ്പെട്ടത്, അഥവാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്, തങ്ങളുടെയും AICTUവിൻ്റെയും എല്ലാവിധ സേവനങ്ങളും ഈ യുദ്ധസമയത്ത് ബ്രിട്ടന് നൽകാം എന്ന് സഖാവ് ജോഷി ഒരു ഓഫർ മുന്നോട്ട് വെച്ചു എന്നായിരുന്നു. ഒപ്പം ഇനി ശ്രദ്ധിക്കുക, ബർമയിലെ യുദ്ധമുഖത്ത് നേതാജിക്കും ഇന്ത്യൻ നാഷണൽ ആർമിക്കും ജപ്പാനുമെതിരെ പോരാടാൻ തങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം അങ്ങോട്ട് അറിയിച്ചു എന്നുമാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇതിനെയൊക്കെ പാർട്ടി എതിർത്തു. പക്ഷേ 1946 രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഇന്നത്തെ മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദ ബോംബെ ക്രോണിക്കിൾ വീക്ക്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിലേക്ക് ഒരു കത്ത് ലഭിക്കുന്നു. ആ കത്ത് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കത്ത് അയച്ച വ്യക്തിയുടെ പേര് സോളി ബത്ലിവാല എന്നാണ്. ഈ സോളി ബത്ലിവാല ഈ കത്തിൽ പറയുന്നത് റെജിനാൾഡ് മാക്സ്വെല്ലും PC ജോഷിയും തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നുവെന്നും ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നും ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള രേഖകൾ താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുമായിരുന്നു. എന്നുവെച്ചാൽ മാധ്യമങ്ങൾ എന്തൊക്കെയാണോ അന്ന് പ്രചരിപ്പിച്ചിരുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു സോളി ബത്ലിവാല. ആരായിരുന്നു ഈ സോളി ബത്ലിവാല? അദ്ദേഹം സഖാവായിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം വെറും സഖാവായിരുന്നില്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്നു. എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സഖാവ് സോളി ബത്ലിവാല. അദ്ദേഹമാണ് പറയുന്നത് റെജിനാൾഡ് മാക്സ്വെല്ലും PC ജോഷിയും തമ്മിലുള്ള ഈ പറയുന്ന തരത്തിലുള്ള രഹസ്യ ആശയവിനിമയം താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന്. അത് അദ്ദേഹം തന്നെ ഒരു കത്തയച്ച് ദ ബോംബെ ക്രോണിക്കിൾ വീക്ക്ലി പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. ഇനി ശ്രീ V ശിവൻകുട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനവുമായി ബന്ധപ്പെട്ട് ആരോടൊക്കെ മാപ്പ് പറയും, എന്തൊക്കെ കാര്യങ്ങൾ തിരുത്തും, ചരിത്രപരമായിട്ടുള്ള എന്തെല്ലാം മണ്ടത്തരങ്ങളും കുറ്റകൃത്യങ്ങളും നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രസ്ഥാനം ചെയ്തു എന്ന് സമ്മതിക്കും. അപ്പോൾ ഇത് കേവലം ഒരു കൈപ്പുസ്തകത്തിൽ വന്നിരിക്കുന്ന ഒരു അച്ചടിയിലെ പിശക് മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന നിരവധി അധ്യാപകരുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 5 പേര് പുറത്തായിരിക്കുന്നത്. തന്നെയുമല്ല, ഇത് എവിടെ നിന്നാണ് വന്നത് എന്നതിൻ്റെ രാഷ്ട്രീയ വഴി തേടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ രാഷ്ട്രീയ DNA എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോടുള്ള എതിർപ്പിൻ്റെ, അദ്ദേഹത്തിനോടുള്ള വിദ്വേഷത്തിൻ്റെയും വിരോധത്തിൻ്റെയും ഭാഗമായി നിങ്ങളുടെ രാഷ്ട്രീയ DNAയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ വിരോധം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു തെറ്റ് കടന്നുകൂടിയതിൽ ഒരതിശയവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തിരുത്തുന്നത് ഒരു മഹാകാര്യമാണ് എന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരുത്തി തുടങ്ങേണ്ടത് നേതാജിക്കെതിരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അങ്ങേയറ്റം മര്യാദ കെട്ടിരിക്കുന്ന, നിന്ദ്യമായിരിക്കുന്ന ഈ കാർട്ടൂണുകൾക്ക് ഇന്ത്യൻ ജനതയോട് മൊത്തത്തിൽ നിങ്ങൾ ക്ഷമ പറഞ്ഞുകൊണ്ടാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനെ രാഷ്ട്രീയ സത്യസന്ധതയായി കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.